ശില്പികൾ നമ്മൾ, ഭാരതശില്പികൾ നമ്മൾ. ഉണരും നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ. കവീന്ദ്ര രവീന്ദ്ര ഗാനനദങ്ങൾ കനകം ചൊരിയും ഭൂമി, ഗംഗിൻ ചന്ദ്രപ്രതിഭയുണർത്തിയ ഗന്ധർവോജ്വല ഭൂമി, ഗന്ധർവോജ്വല ഭൂമി. നമ്മളിടുക്കികൾ ഭക്താനങ്കലുകൾ, മാനവത്വമെന്നൊരേ മതം, സാഹോദര്യമെന്നൊരു ജാതി, മനുഷ്യരുതിരം വീണ ചമ്പലിൽ വിയർപ്പുമുത്തുകൾ മിന്നുന്നു, അധർമ്മമാടിയ മരുഭൂമികളിൽ തരംഗഗംഗകൾ പാടുന്നു, കന്യാകുമാരി നുകരുന്നു. മാനവത്വമെന്നൊരേ മതം, സാഹോദര്യമെന്നൊരു ജാതി, ശില്പികൾ നമ്മൾ, ഭാരതശില്പികൾ നമ്മൾ. ഉണരും നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ. തയ്യാറാക്കിയിട്ടുള്ള പ്രവൃത്തിപരിചയമേളയിൽ സാമൂഹ്യശാസ്ത്രമേളയിൽ ഈ നാട്ടിൽ ഒരു ഉത്സവമാക്കി, ഈ നാട്ടുകാർക്കെല്ലാം വളരെ കൗതുകരമായ പ്രദർശനമാക്കി നമ്മുടെ സ്കൂൾ വീണ്ടുമുള്ള അഭിമാനത്തിൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിർഭാഗ്യവശാൽ മത്സരമാകുമ്പോൾ 1, 2, 3 പേർക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നു. ഈ വർഷം സമ്മാനം ലഭിക്കാതെ പോയ എല്ലാ കുട്ടികൾക്കും വരും വർഷങ്ങളിൽ കൂടുതൽ ഉത്സാഹത്തോടുകൂടി മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടുവാൻ കഴിയട്ടെ. പ്രദേശത്തെ നല്ലവരായ രക്ഷിതാക്കളുടെയും സഹകരണം കൊണ്ടാണ് ഇതെന്ന് ഏറ്റവും മംഗളമായി കലാശിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്തായിരുന്നാലും ശരി, ഇതുമായി സഹകരിച്ച എല്ലാ ആളുകൾക്കും
സമ്പ്രദായം ഇപ്പോൾ വിദ്യാലയങ്ങളിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പഠനത്തിന്റെ ഭാഗമാണ്, കരിക്കുലത്തിന്റെ ഭാഗമാണ്. ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന നിലക്ക് സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടി മാത്രമല്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം മാറ്റങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലും വിദ്യാലയങ്ങൾക്ക് പുറത്തുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മുന്നിലുള്ള എൻ്റെ കാരണവന്മാരായ ആളുകൾക്ക് അറിയാം, പഴയ കാലത്തുണ്ടായിരുന്ന വസ്ത്രധാരണ രീതിയും നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ഒക്കെ ഇന്ന് ആകെ മാറിയിരിക്കുന്നു. ഒരു മഴ പെയ്ത് ഇതുപോലുള്ള ഒരു വിദ്യാലയത്തിന്റെ വരാന്തയിലേക്ക് ചെന്നാൽ അവിടെ അണിനിരന്നിരിക്കുക നമ്മളെ തൊപ്പിക്കുടകളാണ്. തൊപ്പിക്കുടകൾ എന്താണെന്ന് ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ, ഓലക്കുടകൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ആ കുടകൾ പരിചയമുണ്ടായിരിക്കുകയില്ല. അതൊരു പക്ഷേ അവർ കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കുകയില്ല. മഴ പെയ്താൽ വരാന്ത നിറയെ ഓലക്കുടകളാണ്. ആ സ്ഥാനത്ത് ആളുകളുടെ കരവിരുതിന് ഫലമായി വളരെ സമർത്ഥമായി സുന്ദരമായ കുടകൾ, കുട്ടികൾക്ക് കുടകളുടെ സാങ്കേതിക സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക നമ്മുടെ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തി വായിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ സംജാതമായിരിക്കുകയാണ്. ഇത് നമ്മുടെ ജില്ലയുടെ മാത്രം പ്രത്യേകതയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ മുൻഗാമികളായ ജില്ലാ പഞ്ചായത്ത് ഉപകരണങ്ങളും വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം കർണാടകയും തമിഴ്നാടുമൊക്കെ ആ കാര്യത്തിൽ വളരെ മുന്നിലാണ്. ബാംഗ്ലൂർ നഗരം വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. 26,000 കോടി രൂപ ഈ വിവര സാങ്കേതികവുമായി ബന്ധപ്പെട്ട് വിദഗ്ധന്മാരെയും ഉപകരണങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷെ ആ രംഗത്ത് നമ്മുടെ ജില്ല വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അതിന് നേതൃത്വം നൽകിയത് ഈ വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാരായ ഉമ്മറക്കലും ശരീര ഗുരുവമ്പലവും അതുപോലുള്ള എന്റെ സഹപ്രവർത്തകന്മാരാണ്. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അത്തരത്തിലുള്ള പരിവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഞാൻ പഴയ കാലത്തൊക്കെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ പറയാറുണ്ട്, അമേരിക്കയിലൊക്കെ പ്രൈമറി അധ്യാപകന്മാർ സ്കൂളിലേക്ക് വരുന്നത് സ്വന്തം കാർ ഓടിച്ചുകൊണ്ടാണ്. ഇപ്പോ സ്വന്തം കാർ ഓടിച്ചുകൊണ്ട് ഒരു പ്രൈമറി അധ്യാപകൻ സ്കൂളിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് അത്ഭുതമാണുള്ളത്. നമ്മുടെ പ്രൈമറി സ്കൂളുകളിലേക്ക് ഹൈസ്കൂളുകളിലേക്കൊക്കെ സ്വന്തം കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ വരുന്നത്. അത്രയും വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഈ കുരുന്ന് കുട്ടികൾ, അവർക്കൊക്കെ ഡിഒ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് കഴിവുണ്ട്. ഇൻഹെറിറ്റഡ് പാരമ്പര്യമായുള്ള കഴിവ്, ജന്മസിദ്ധമായ കഴിവ് നമുക്ക് മാത്രമല്ല ദൈവം നൽകിയ ധാരാളം കഴിവുകളുണ്ട്. തേനീച്ച എല്ലാവിധ എഞ്ചിനീയറിംഗ് വൈദ്യത്തോടും കൂടി അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും സുന്ദരമായ വസ്തുക്കൾ നിർമ്മിക്കാൻ ദൈവദത്തമായി നൽകിയ കഴിവുകളുണ്ട്. അത് ആർജിച്ചെടുക്കുന്ന കഴിവുകളുണ്ട്. അവരുടെ ഗാർഹിക സാഹചര്യത്തിൽ നിന്ന് നേടിയെടുക്കുന്ന കഴിവുകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കൊല്ലന്റെ വീട്ടിൽ വളരുന്ന ഒരു കുട്ടി, ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ വീട്ടിൽ വളരുന്ന ഒരു കുട്ടി, ഒരു ആശാരിയുടെ വീട്ടിൽ വളരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്കൊക്കെ പ്രത്യേകമായ കഴിവുകളുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്ന സുന്ദരമായ രൂപം നൽകാൻ അവർക്ക് കഴിയും. അത്തരത്തിലുള്ള കഴിവുകൾ കണ്ടെത്തുകയാണ്. ഞാനൊരു അധ്യാപകൻ എന്ന നിലക്ക് ഞാൻ അധ്യാപക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. വളരെ ഭംഗിയായി വേഷവിധാനത്തോടു കൂടിയ ഒരാള് ഈ തിരൂർക്കാട് അങ്ങാടിയിലൂടെ നടന്നു പോകുന്നു എന്നിരിക്കട്ടെ. സുന്ദരമായി വേഷവിധാനം ചെയ്ത് നന്നായി മുടി ചുരുക്കി വെച്ച് ആറ്റും പേനൊക്കെ ധരിച്ച ഒരു മനുഷ്യനെ ഈ സമയത്ത് നമ്മുടെ അങ്ങാടിയിലൂടെ നടന്നു പോകുന്നു എന്നിരിക്കട്ടെ. ആ മനുഷ്യന് ഒരു ബാർബർ ഷോപ്പിന്റെ മുന്നിലൂടെയാണ് നടന്നു പോകുന്നത്, ഒരു ടൈലറിംഗ് ഷോപ്പിന്റെ മുന്നിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അയാൾ ധരിച്ചിരിക്കുന്ന പാൻസും ഷർട്ടും അതിനേക്കായിരിക്കും ആ ടൈലറുടെ കണ്ണ്. ഒരു ചെരുപ്പ് കുത്തിയുടെ മുന്നിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അയാൾ ധരിച്ചിരിക്കുന്ന ഷൂ അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള ചെരുപ്പ് അതിനേക്കായിരിക്കും ചെരുപ്പ് കുത്തിയുടെ ശ്രദ്ധ. അതുപോലെ വ്യത്യസ്തമായ താല്പര്യങ്ങളും കഴിവുകളുമുള്ള പിഞ്ചു കുട്ടികളാണ്
നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ താല്പര്യങ്ങളും അവരുടെ കഴിവുകളും കണ്ടെത്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും കടമയും. ഈ പ്രാവശ്യം ഈ മേളയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സാമൂഹ്യ ശാസ്ത്രമേള. പലർക്കും ഇതെന്താണെന്ന് പരിചയമുണ്ടായിരിക്കുകയില്ല. നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ചരിത്രവും ഭൂമിശാസ്ത്രവും പൗരധർമ്മം എന്ന പഴയ പേരിൽ പഴയ നമ്മുടെ ആളുകൾ അറിയപ്പെട്ടിരുന്ന സിവിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതൊക്കെ അതിന് മൊത്തത്തിലുള്ള പേരാണ് സാമൂഹ്യ ശാസ്ത്രം. യുദ്ധത്തിന്റെയും കഥകൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, ചരിത്രത്തിലേക്ക് മുന്നോട്ട് തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ഗമനം വളരെ എളുപ്പമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യന്റെ മാനവികതയുടെ ശരിയായ മുഖം കണ്ടെത്താനുള്ള ശാസ്ത്രമാണ് സാമൂഹ്യ ശാസ്ത്രം. ഒരു പൗരനെ യഥാർത്ഥ പൗരനാക്കി, ഉത്തരവാദിത്തമുള്ള ഒരു പൗരനാക്കി, കടമകൾ അറിയുന്ന, ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളെ കുറിച്ച് ബോധ്യമുള്ള പൗരന്മാരാക്കി വളർത്തിക്കൊണ്ടുവരുന്ന ശാസ്ത്രമാണ് സാമൂഹ്യ ശാസ്ത്രം. അതിൽ പ്രായോഗികമായി കുട്ടികൾ പ്രവർത്തിച്ച് പരിചയിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ പാർലമെന്റ് നടപടികളെ കുറിച്ചുള്ള വിവരം, നിയമസഭ മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ മറവീലൻ പോയ ബാല്യം? കണ്ടുവോ മറവീലൻ പോയ ബാല്യം? മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ മറവീലൻ പോയ ബാല്യം? കണ്ടുവോ മറവീലൻ പോയ ബാല്യം? ഒരു വേള കാണുമേ കാതലിൽ പണ്ടന്റെ ചെറുനഖം കോറിയ ചിത്രം. മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ മറവീലൻ പോയ ബാല്യം? കണ്ടുവോ മറവീലൻ പോയ ബാല്യം? കൊമ്പിലുണ്ടാകാം ഞാൻ തൂങ്ങിയാടിയ വിരലടയാളങ്ങളെന്നും. ഒരു കൊമ്പിലുണ്ടാകാം ഞാൻ തൂങ്ങിയാടിയ വിരലടയാളങ്ങളെന്നും. ഇലകളെല്ലാം പുതുതെങ്കിലും വേരിലൻ പനിയുടെ കുളിരൽപ്പം കാണും. മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ മറവീലൻ പോയ ബാല്യം? കണ്ടുവോ മറവീലൻ പോയ ബാല്യം?
പിടി നെല്ലിപ്പൂ, ഒരു വാഴത്തേൻ തുള്ളി, ഒരു മഞ്ചാടി കുരുക്കാണും. ഒരു പിടി നെല്ലിപ്പൂ, ഒരു വാഴത്തേൻ തുള്ളി, ഒരു മഞ്ചാടി കുരുക്കാണും. ഒരു കരിക്കട്ട തന്നെരിയും കിനാക്കളും, ഒരു വാക്കിൻ കതിരിട്ട വയലും, മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ മറവീലൻ പോയ ബാല്യം, കണ്ടുവോ മറവീലൻ പോയ ബാല്യം. ഒരു കിളിക്കുഞ്ഞിനായി പുലരി തൻ താരാട്ടും, മുലയൂട്ടും ചന്ദ്രനും കാണും. ഒരു കിളിക്കുഞ്ഞിനായി പുലരി തൻ താരാട്ടും, മുലയൂട്ടും ചന്ദ്രനും കാണും. തടവിൽ നിന്നൊരു ഭ്രാന്തി. എന്നാലും അവർ അതിന് മാക്സിമം നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഇനി വരും മേഖലകളിലും നിങ്ങളുടെ ഈ വർഷം സാമൂഹ്യശാസ്ത്ര ജില്ലാ സംഘം 10 മത്സര ഇനങ്ങളാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥി. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം. പൂവണിപ്പൊന്നും ചിങ്ങപ്പൂവിളി കേട്ടുണരും കുന്നെല്ലിൻ പാടത്തിലൂടെ, മാവേലി മന്നന്റെ മാണിക്യത്തേറുവോരും മാനസ പൂക്കളങ്ങളാടും ആടും. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമെൻ കേരളം.
തൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി തരനമൻ കേരളം, 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 കേരളം. सारे जहां से अच्छा हिंदुस्तान हमारा, हमारा सारे जहां से अच्छा हिंदुस्तान हमारा। हम बुलबुले हैं इसकी, ये गुलसिता हमारा, हमारा सारे जहां से अच्छा पर्वत वो सबसे ऊंचा, हम साया तुम्हारा। पर्वत वो सबसे ऊंचा, हम साया तुम्हारा। वो संतरी हमारा, वो पासवा हमारा, हमारा सारे जहां से अच्छा की हजारों नदियाँ, गोदी में खेलती है इसकी हजारों नदियाँ। गुलशन है जिसके दम से रश के जिना हमारा, हमारा सारे जहां से अच्छा हिंदुस्तान हमारा, हमारा सारे जहां से अच्छा। मजहब नहीं सिखाता,